സോ ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചുറ്റുപാട് നമ്മുടെ ഒരുപാട് ട്രാവൽ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്തായാലും കൊറോണയ്ക്ക് ഒന്ന് ഒതുങ്ങിയിട്ടില്ല, കൊറോണയ്ക്ക് അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വീണ്ടും ട്രാവലിംഗ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വയനാട് പോകുന്നവരുണ്ട്, മൂന്നാർ പോകുന്നവരുണ്ട്. അതൊന്നും നമ്മുടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളോട്ട് തന്നെ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി ട്രാവൽ ഫോട്ടോസ് എടുക്കാമെന്നാണ്. അപ്പോൾ നിങ്ങളതിൽ ഇവിടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്കപ്പോൾ എന്തായാലും ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ലൈവ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത സൺഡേ ഒരു ലൈവ് പോയാലോ എന്നാണ് ഞാനൊരു ആലോചിക്കുന്നത്. അപ്പോൾ ആ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഇടയിലുള്ള ചെറിയ ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സ്, നല്ല ട്രാവൽ ഫോട്ടോസൊക്കെ എടുക്കുന്ന ക്രിയേറ്റേഴ്സിനെ നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഫേവറേറ്റ് ഇൻസ്റ്റഗ്രാം ക്രിയേറ്റേഴ്സിന്, അതായത് ഞാൻ പറയുന്നത് വലിയ വലിയ ക്രിയേറ്റേഴ്സ് അല്ല, നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ തന്നെ അധികം ഫോളോവേഴ്സൊന്നും ഇല്ല, പക്ഷെ നല്ല കണ്ടൻറ്റ്, നല്ല ട്രാവൽ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ക്രിയേറ്റേഴ്സിന് നിങ്ങൾ എന്തായാലും അവരുടെ ഇൻസ്റ്റഗ്രാം ID ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ എന്തായാലും അതിൽ നിന്ന് ഏറ്റവും നല്ല ക്രിയേറ്റേഴ്സിനെ എടുത്ത് നമ്മുടെ ലൈവിൽ നമ്മളൊന്ന് സംസാരിക്കുന്നതായിരിക്കും. അവരുടെ പ്രൊഫൈലൊക്കെ കാണിച്ച് അവരുടെ ഫോട്ടോസൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ അത്ര വലിയൊരു ട്രാവൽ ഫോട്ടോഗ്രാഫറൊന്നും ആയിട്ടല്ല കേട്ടോ. നമ്മൾ അവരുടെ പ്രൊഫൈലൊക്കെ നോക്കി എനിക്കും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ എന്തായാലും ആ ഒരു ലൈവ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചൂസ് ദി റൈറ്റ് ഗിയർ. അതാണ് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരുപാട് ക്യാമറ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ കയ്യിൽ ഫോണായിരിക്കും, ചിലപ്പോൾ GoPro ആയിരിക്കും. നമ്മൾ എന്തായാലും ഒരു ട്രാവൽ സ്പോട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഏത് ഗിയറാണ് ഏറ്റവും മാക്സിമം ഔട്ട് തരാൻ പോകുന്നത് ആ ഗിയർ മാത്രം കൈപിടിക്കാം. ഞാൻ ചുരുക്കി പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ക്യാമറ ലെൻസും എല്ലാം കൂടി കൈപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി നമുക്ക് ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും അവിടെ നിന്ന് കുളിച്ച് കയറിയാലാണ് അതിനൊരു രസമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്യാമറകളൊക്കെ നമ്മൾ പുറത്ത് വെച്ച് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാമെന്ന് പറയുന്നത് അത്രയും റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗിയർ മാത്രം നിങ്ങൾ കൈപിടിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും ചെയ്യാം, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ ഫോട്ടോ എടുത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവുകയും ചെയ്യാം. അത് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മൾ പോകുന്ന ലൊക്കേഷൻ, നമ്മൾ പോകുന്ന സമയം, ഇനിയിപ്പോൾ സീസൺസ് കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ പോകുന്ന സീസൺസ് അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളൊരു ലൊക്കേഷനിലോട്ട് പോകുന്നത്, നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺറൈസും അതുപോലെ തന്നെ സൺസെറ്റാണ് ഏറ്റവും നല്ല സമയം. ഇനിയിപ്പോൾ നിങ്ങളൊരു മൗണ്ടൻ ഹൈക്കിങ്ങിനെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സൺറൈസിൻ്റെ സമയം തന്നെയായിരിക്കും. അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ സീസൺസും കാര്യമൊക്കെ നോക്കണം. നമുക്ക് എന്തായാലും ഒരു മഴയുള്ള സമയത്ത് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടൊരു കാര്യമില്ല. നമുക്ക് മഴയൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ വെള്ളമുള്ള സമയത്താണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ മൂന്നാർ അല്ലെങ്കിൽ അങ്ങനത്തെ വയനാടൊക്കെ പോലത്തെ സ്ഥലങ്ങളോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വിൻ്റർ അല്ലെങ്കിൽ വിൻ്ററിന് തൊട്ട് മുമ്പ്, വിൻ്റർ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഏറ്റവും നല്ല സമയം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രീ പ്ലാൻ നമ്മൾ നന്നായിട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം റീസെർച്ച്, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ വഴി നമ്മുടെ ലൊക്കേഷൻ നമ്മൾ റീസെർച്ച് ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ നമുക്ക് ഗൂഗിളിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസൾട്ട്സ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഗൂഗിളിലെ ഇമേജസൊക്കെ നമുക്ക് ഏതൊക്കെ സമയത്ത് എടുത്താൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ജസ്റ്റ് #വയനാട്, #കുറുമ്പാലക്കോട്ട അല്ലെങ്കിൽ #മൂന്നാർ അങ്ങനെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് അവർ ആദ്യം കാണിക്കും. അതായത് ചിലപ്പോൾ ഇന്നലെ മൂന്നാർ പോയൊരു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ ആഴ്ച പോയവരെടുത്തിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ മാസം പോയവരുടെ ഫോട്ടോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും നമ്മൾ എന്നാണ് പോകേണ്ടത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നാളെ മൂന്നാർ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ ലൊക്കേഷനായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫോട്ടോസ് ആയിരിക്കും നമുക്ക് അവിടെ എടുക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ലൊക്കേഷനെ പറ്റി നമ്മളൊരു ഐഡിയ ഇല്ലാണ്ട് പോകുമ്പോഴാണ് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റാത്തത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പോർട്രേറ്റ്സ് അവോയ്ഡ് ചെയ്യുക. നമ്മളിപ്പോൾ നല്ലൊരു ലൊക്കേഷനിൽ ഇപ്പോൾ ട്രാവൽ ഫോട്ടോസിൽ നമുക്ക് എന്തായാലും പോർട്രേറ്റ്സ് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പോർട്രേറ്റ്സ് എടുക്കൽ ഒഴിവാക്കുക. എന്തായാലും നമുക്ക് പോർട്രേറ്റ്സ് എടുക്കേണ്ടി വരും. കാരണം നമ്മുടെ ഫ്രണ്ട്സോട് ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ, അതാ വന്ന് നടാൻ ഫ്രണ്ടിൽ വന്നിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തരാം, അല്ലെങ്കിൽ നീ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിനേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വൈഡായിട്ട് നമ്മൾ ആ
ലാൻഡ്സ്കേപ്പിൻ്റെ ആ ഒരു ബ്യൂട്ടി നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരെ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നമ്മൾ പരമാവധി ഫേസ് നമ്മൾ കാണിക്കാതിരിക്കുക, അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വൈഡായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സബ്ജക്റ്റിന് ചെറിയൊരു സ്പേസ് മാത്രം കൊടുക്കുക. അല്ലാതെ നമ്മൾ ആ ഒരു ഫോട്ടോയിൽ നമ്മുടെ സബ്ജക്റ്റ് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ലാൻഡ്സ്കേപ്പിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെയാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആൾക്കാർക്ക് നമ്മൾ പോർട്രേറ്റ്സിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നല്ല വൈഡായിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ട്രാവൽ ഫോട്ടോസ് എടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, കളർ സ്കീമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ഫോട്ടോസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, അതിൽ നിൽക്കുന്ന ആൾ ഒന്നാലും ഒരു മഞ്ഞ ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു മഞ്ഞ ഹുഡി അല്ലെങ്കിൽ ഒരു മഞ്ഞ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താണിത് ട്രാവൽ ഫോട്ടോസിന് ഒരു സിഗ്നേച്ചർ പോലെയാണ് ഈ മഞ്ഞ കോട്ട്. നമ്മൾ കാണുന്ന മിക്ക ക്രിയേറ്റേഴ്സും അവരുടെ ഫോട്ടോയിലെ സബ്ജക്റ്റിന് ഒരു മഞ്ഞ ഡ്രസ്സിങ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതെന്താണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം കളർ സ്കീമാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ലൊക്കേഷനിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഏത് കളറാണോ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കളറായിരിക്കും നമ്മൾ കളർ വീലിൽ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും കളർ സ്കീമിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടായിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോകാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വൈഡായിട്ട് ഷോർട്സ് എടുക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിനൊരു പോപ്പ് കൊടുക്കാനാണ്, നമ്മുടെ സബ്ജക്റ്റിനെ ഒന്നെടുത്ത് കാണിക്കാനാണ് നമ്മൾ ഈ യെല്ലോ ജാക്കറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ യെല്ലോ ജാക്കറ്റ്സ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റെഡ് ജാക്കറ്റ് അല്ലെങ്കിൽ ബ്ലൂ കളർ ജാക്കറ്റ്, അതൊക്കെ നമ്മുടെ സബ്ജക്റ്റിന് നമുക്ക് എന്തായാലും നമ്മുടെ ലാൻഡ്സ്കേപ്പിന് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നിങ്ങൾ അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര വൈഡായിട്ടുള്ള അപ്പർച്ചറിൽ നിങ്ങൾ ഫോട്ടോ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സബ്ജക്റ്റിന് നിങ്ങൾ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഭയങ്കര വൈഡ് അപ്പർച്ചറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഫുള്ള് ബ്ലറായിട്ട് പോകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങൾ നല്ലൊരു അപ്പർച്ചർ സെറ്റ് ചെയ്ത് രണ്ടും ഫോക്കസിലുള്ള രീതിയിൽ നിങ്ങൾ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാവൽ ഫോട്ടോസ് കാണാനായിട്ട് ഒന്നും കൂടിയും അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യമാണ് എനിക്ക് ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോ കാണാം. ബൈ, പീസ്.